ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. കുടപ്പുളിമരം കേട്ടോ ഇത്. നമ്മൾ ആദ്യം കണ്ട ആ യെല്ലോ കളറ് കുടംപുളിയിൽ നിന്ന് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കുടംപുളി ആക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. മിക്കവാറും മഴക്കാലത്തായിരിക്കും നമുക്ക് കുടംപുളി നിറയെ കിട്ടുക. അപ്പോൾ താഴെ വീണ് കിട്ടുന്ന കുടംപുളികളാണ് വീട്ടിലെപ്പോഴും ശേഖരിച്ചെടുക്കാറുള്ളത്. താഴെ വീണെടുക്കുമ്പോൾ അതിനകത്ത് അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് പുറമേ നല്ലോണം വാഷ് ചെയ്തൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് കുരു ഉണ്ടാവും, അതെല്ലാം എടുത്ത് മാറ്റി നമുക്ക് ഉണക്കിയാണ് ഇത് ബ്ലാക്ക് കളർ കുടംപുളിയിലോട്ട് മാറ്റുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ കുടംപുളിയോടുകൂടി തന്നെ കുപ്പിയിൽ ഉപ്പുകല്ലിട്ട് വെച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അതെനിക്ക് ഈ അടുത്ത് കിട്ടിയൊരു ഇൻഫോർമേഷനായിരുന്നു. ഞാനിതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോഴും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെ വീണ് കിട്ടുന്ന കുടംപുളികൾ അച്ഛൻ പല ദിവസങ്ങളായി എടുത്തെടുത്ത് ശേഖരിച്ചിട്ടാണ് കുടംപുളി എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. ഇത് സമയത്ത് ഞാൻ വീട്ടിൽ പോയ സമയത്ത് കുറച്ച് കുടംപുളികൾ വീണത് ഞാൻ പോയി പെറുക്കിയെടുത്തതാണ്. അതെല്ലാം ഇതിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിലെ കുരുവും ആ പുറന്തോടും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വയ്ക്കും. ആ അകത്തെ കുരു നമുക്ക് കഴിക്കാം കേട്ടോ. ചെറിയൊരു സ്വീറ്റ്നെസ്സും പുളിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരിതാണ്. പിന്നെ ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ പല്ലിൽ യെല്ലോ കളർ വരും. അങ്ങനെ ഇതിന് നമ്മുടെ കയ്യിൽ എത്ര പുളിയുണ്ടോ അതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്ത് വയ്ക്കാം. ഇതിപ്പോൾ കുറച്ച് പുളിയേ ഉള്ളൂ. ഞാനിതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോയി കിട്ടിയ പുളികളെ എടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരേ സമയം ഇത്രയൊന്നും ആയിരിക്കില്ല, ഒരു കൊട്ട നിറയെ പുളിയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് പുളിയേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം കേട്ടോ. എന്നിട്ട് പുളി ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ഈ പുറന്തോടും അകത്തെ കുരുവും രണ്ടും സെപ്പറേറ്റ് ആക്കി മാറ്റി വയ്ക്കുക. വീട്ടിൽ മഴക്കാലത്തായിരിക്കും മിക്കവാറും പുളി ഇങ്ങനെ നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഒരു വിറകടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അടുപ്പിൻ്റെ അവിടെ നമ്മൾ തീ കത്തിച്ചിട്ട് 2-3 തട്ടായിട്ടാണ് ഗ്രില്ലിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആദ്യം കിട്ടിയ പുളികളാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് പുളിയും അതുപോലെ ജാതിക്കായും എല്ലാം ഇങ്ങനെയായിരിക്കും ഉണക്കിയെടുക്കണത്. അത് മഴയായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്, അല്ലെങ്കിൽ വെയിലത്ത് വയ്ക്കും. ഇതൊക്കെ ആദ്യമേ വെച്ചിട്ടുള്ളതാണ്. പല 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 ലെയറാട്ടോ ഇതിനകത്ത്. അപ്പം ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ലെയറുണ്ട്, അവിടെയാണ് ആദ്യത്തെ പുളി വയ്ക്കുക. അത് ഒരുവിധം ഉണങ്ങി വരുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലോട്ട് വയ്ക്കും. ഇതിപ്പോൾ വയ്ക്കാൻ പോകുന്നത് ഈ തീയുടെ തൊട്ട് മുകളിലത്തെ ലെയറിലാണ്. അപ്പോൾ അതവിടെ വെച്ച് പല ദിവസങ്ങളിലായിട്ട് നമ്മളിങ്ങനെ കത്തിക്കും. അതുപോലെ അങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ ഇടും. നല്ല ചൂടാട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ജലാംശമൊക്കെ ഇങ്ങനെ പോയി കിട്ടും. അപ്പോൾ വീട്ടിലുള്ള ചൂട്ടും കരിയിലയും പൊതുമടലും എല്ലാം വെച്ച് നല്ലോണം കത്തിച്ച് നല്ലൊരു ചൂട് നമ്മളങ്ങനെ വരുത്തും. അപ്പോൾ ഇതിനു മുമ്പ് പല ദിവസങ്ങളായിട്ട് നമ്മൾ ഉണക്കിയതാണ് ഇങ്ങനെ വരുന്നത്. ഇത് പിന്നീട് നല്ലോണം ഉണങ്ങി റെഡിയായൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം കൂടി പുരട്ടി വയ്ക്കും. അതാണ് കണ്ടോ ഇങ്ങനത്തെ ബ്ലാക്ക് കളറായിട്ട് വരുന്നത്. ഇത് ഗ്രാജ്വലി അങ്ങനെ കളർ ചേഞ്ച് ആവണതാണ് കേട്ടോ. ഫ്രഷ് പുളിയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ബ്രൗണിഷ് ആയിട്ട് വരും. ഇതിരിക്കും തോറും നല്ല ഡാർക്ക് കളറായിട്ട് വരും. അമ്മയുടെ പുളി എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ പുളിയാട്ടോ. 2 കഷ്ണം മതി നമുക്ക് കറിയിലിടാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കൊണ്ടുവന്ന് കുറേ സെയിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. താങ്ക് യു.